ഹലോ, വെൽക്കം ടു അവർ ചാനൽ ലേഡി ബേർഡ് ക്രിയേഷൻസ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഓണത്തിന് വേണ്ടി ഒരു ഇഞ്ചിക്കറിയാണ്. ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളൻ പുളി കുതിരാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം, അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് 250 ഗ്രാം ഇഞ്ചി തൊലി ചെത്തി കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇത് 200 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ. കനം കുറഞ്ഞ് വട്ടത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/4 കപ്പ് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം ഈ ഇഞ്ചി ഇട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. 2 തവണയായിട്ട് വറുത്ത് കോരിയത് നമുക്കെടുത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ചിരണ്ടി ആ ഇഞ്ചി വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ നമുക്ക് ഈ തേങ്ങാപ്പീര ചേർത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ അത് വറുത്ത് കോരി ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഞാനിവിടെ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ട് ഞാനൊരു 3 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 5-6 ചുമന്നുള്ളി ചെറുതായി കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഒരു 7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം ഇപ്പോൾ ഇവിടെ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് വഴറ്റാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് വഴറ്റുക. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി എടുക്കുക. ഇനി നമ്മൾ ഇത് നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടികൾ ചേർക്കണം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശർക്കര ഒരു 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അവരവരുടെ പാകത്തിന് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇഞ്ചി വറുത്ത് പൊടിച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് കോരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് അതൊരു ലിക്വിഡ് ഫോമിൽ ഇരിക്കും. ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങയാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്നുള്ളി എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് നന്നായി മൂപ്പിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് നന്നായി ഇളക്കി പുളിവെള്ളം ഒന്ന് തിളച്ച് പുളി വേകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ തിളച്ച്
വെള്ളം വറ്റുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, തരിതരിപ്പായി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിൽ എണ്ണ തെളിഞ്ഞത് കൊണ്ടാണ് അത് ലിക്വിഡായിട്ട് ഇരിക്കുന്നത്. അത് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടിത് കുറുകി വന്നിട്ടുണ്ട് ഇഞ്ചിക്കറി. ഇനി നമുക്ക് ശർക്കര അവരവരുടെ പാകത്തിന്, ചിലർക്ക് കൂടുതൽ മധുരം ഇഷ്ടമുണ്ട്, അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ ശർക്കര ചേർക്കാം. ശർക്കര ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ രുചികളെല്ലാം ഒന്ന് പാകത്തിനാകും. പുളിയും എരിവും മധുരവും എല്ലാം ഒന്ന് പാകത്തിനാകും. ഇഞ്ചിയുടെ ആ ടേസ്റ്റും എല്ലാം. അപ്പം നല്ല കുറുകിയ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.